വിയറ്റ്നാം യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. വിയറ്റ്നാം ഡെനാങ്ങിലെ ബാണ ഹിൽസിലെ ഡേ ഔട്ട് ടൂറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഡെനാങ് ബീച്ചിന് ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ടീം ഞങ്ങൾക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഒരു അടിപൊളി ബൊഫെ ആയിരുന്നു കേട്ടോ. രാത്രിയിൽ ഇവിടെ ലൈവായിട്ട് ഫയർ ഡാൻസ്, DJ മ്യൂസിക് ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഡെനാങ് ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള യാര ഓഷ്യൻ സൂട്ട്സ് ലക്ഷറി ഹോട്ടലിലാണ് നമ്മൾ 3 ഡേയ്സ് ഡെനാങ്ങിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയിൽ ഒരുപാട് വിയറ്റ്നാമീസ് ഫുഡ്, ഡെസേർട്ട്, പാസ്ട്രീസ്, വെജ് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ലൈവ് കൗണ്ടറും എല്ലാം ഉണ്ടായിരുന്നു. ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇവർ 3 ഡേയ്സിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വിയറ്റ്നാം ഡെനാങ്ങിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൈക്കെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു യാര ഓഷ്യൻ സൂട്ട്സ് എന്ന ലക്ഷറി ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ജിമ്മ് കൂടാണ്ട് തന്നെ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള തായ് മസാജുകളും അവൈലബിൾ ആണ്. ഡെനാങ്ങിൽ വന്നിട്ട് ഞങ്ങൾ 2 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ലക്ഷറി ഹോട്ടലാണ് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൈക്കെ ബീച്ചിൻ്റെ മനോഹരമായിട്ടുള്ള സീ വ്യൂ കാണാം. ഒരു സൈഡിലായിട്ട് കൂറ്റൻ ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും. ഈ ഹോട്ടലിൻ്റെ ഇൻഫിനിറ്റി പൂള് താഴെ കാണുന്ന ബീച്ചുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ പൂളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ഡേയ്സ് ഒരു മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഡെനാങ്ങിലെ ഓഷ്യൻ യാര സൂട്ട് ലക്ഷറി ഹോട്ടൽ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. വിയറ്റ്നാം ട്രിപ്പിൻ്റെ ലാസ്റ്റ് 2 ഡേയ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോച്ചിമിൻ സിറ്റിയാണ് കേട്ടോ. ഇനി ഞങ്ങളുടെ യാത്ര വിയറ്റ്നാം ഡെനാങ്ങിൽ നിന്നും വിയറ്റ്ജെറ്റ് വഴി അങ്ങ് ഹോച്ചിമിൻ സിറ്റിയിലേക്ക്. ഡെനാങ് എയർപോർട്ടിൽ വെച്ച് എൻ്റെ ലഗേജ് ഒന്ന് ഡാമേജ് ആയി പോയിട്ട് അങ്ങനെ 1.25 ലക്ഷം രൂപ വിയറ്റ്നാം ഡോങ്ക് കൊടുത്ത് ഞാൻ എൻ്റെ ബാഗ് ഒന്ന് ഇവിടുന്ന് റീപാക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തത് കേട്ടോ. ഞങ്ങളങ്ങനെ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ജർമ്മനിക്കാരനെ പരിചയപ്പെട്ടു. കേരളമാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ട ലൊക്കേഷൻ. മൂന്നാർ, ഫോർട്ട് കൊച്ചി, ആലപ്പുഴയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളും ഭക്ഷണമൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞു. അടുത്ത യാത്ര നമുക്ക് ഹോച്ചിമിൻ സിറ്റിയിലേക്കാണ്.